നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന്റെ ന്യൂനതകളെ, അവരിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പല ജില്ലകളിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ, എല്ലാ കാര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പോലീസുകാർ നടത്തിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയമാണ് അവിടെ നടന്നിട്ടുള്ള കസ്റ്റഡി കൊലപാതകം. താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊന്ന കേസ്. ഈ ഒരു കേസ് ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ഉയർച്ചയോ നേട്ടമോ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന താമർ ജിഫ്രിയെ കൊന്നെന്ന് അവകാശപ്പെടുന്ന ചില പോലീസുകാർ 4 പേരെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 1 വർഷത്തിന് മുമ്പ് റിപ്പോർട്ടർ TVക്ക് ഈ പറയുന്ന താമർ ജിഫ്രി മരിച്ചു എന്ന് പറയുന്ന സ്റ്റേഷൻ, താനൂരിലെ സ്റ്റേഷനിലെ SI കൃഷ്ണലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം റിപ്പോർട്ടർ TVക്ക് കൊടുത്തിരിക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, താമർ ജിഫ്രിയെ കൊന്നത് ആരാണെന്നും അത് എങ്ങനെയാണ് കൊലപാതകമായി മാറിയതെന്നും എപ്പോഴാണ് മരിച്ചതെന്നും അതിന്റെ ആ ഒരു സമയക്രമങ്ങളും എല്ലാം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു വീഡിയോ, റിപ്പോർട്ടർ TVക്ക് കൃഷ്ണലാൽ കൊടുക്കുന്ന ഒരു വീഡിയോ, അത് നിങ്ങൾ കാണണം. നമ്മുടെ കേരള സമൂഹം ഒന്നാകെ എല്ലാവരും കാണണം. കുറച്ച് ലെങ്ത് ഉണ്ട്. ദയവ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന പോലീസുകാരുടെ മുഖപടം മനസ്സിലാക്കാൻ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ദയവ് ചെയ്ത് കാണണം. ഇത് എനിക്ക് വേണ്ടിയോ മറ്റ് എന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടേ അല്ല, ഇത് നമ്മുടെ സമൂഹം എല്ലാവരും കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 വർഷത്തിന് മുമ്പ് പുള്ളി പറഞ്ഞതാണ്, ഈ SI കൃഷ്ണലാൽ എന്ന് പറയുന്ന വ്യക്തി തുറന്നു പറഞ്ഞ കാര്യമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ താമർ ജിഫ്രിയുടെ വിഷയം വീണ്ടും ഉയർന്നു വരുന്നത്. അവിടെയുള്ള SP, അതുപോലെ തന്നെ DYSP, അതുപോലെ തന്നെ CI, അങ്ങനെ നിരവധി ഉന്നത പോലീസുകാർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കൃഷ്ണലാൽ തുറന്നു കാണിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക. അതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ഞങ്ങളുടെ വണ്ടി തിരിച്ചപ്പോൾ തന്നെ IP പോയി. ഞങ്ങൾ വണ്ടിയിൽ ഇവരെ കയറ്റി ഞങ്ങളുടെ വണ്ടി തിരിച്ചു. അതിൻ്റെ പിറകെ ഇവൻ പോയി. ആര്? ആൽബിനും കാറും ഇവനും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കണ്ടത് ജിനേഷും അഭിമന്യുവും ഇല്ലേ, ജിനേഷും അഭിമന്യുവും ഈ വെള്ള കാറിലാണ് വന്നത്. ഈ വെള്ള കാറിൽ സ്റ്റേഷനിൽ നമ്മൾ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവന്മാർക്ക് ഫുഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് അതിൻ്റെ ഒരു കടയുണ്ട്, ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയൊരു കടയുണ്ട്. ആ കടയിൽ നോക്കിയപ്പോൾ ഫുഡില്ല, കട അടച്ചേക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സ്റ്റേഷൻ്റെ ബാക്ക് വഴി കയറി. ബാക്കിൽ CCTV ഉണ്ട്. ബാക്ക് വഴി CCTVയിലുണ്ട്. 1:45 അടുപ്പിച്ചാവും. 1:45 അടുപ്പിച്ചാവാനുള്ള ഇതേ ചാൻസേ ഉള്ളൂ. ഞങ്ങൾ നേരെ വണ്ടി വന്നു. ഞങ്ങൾ ഇവരെ ഇറക്കി. സ്റ്റേഷന്റെ പുറകിൽ മുമ്പിലും കയറാൻ വഴിയുണ്ടല്ലേ? 2 വഴിയുണ്ട്. ബാക്ക് വഴിയും കയറാം, ഫ്രണ്ട് വഴി കയറാം. അങ്ങനെ ഞാൻ ബാക്ക് വഴി ഇവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി. ഞാൻ ആൽബിനുണ്ടായ ഞാൻ ശ്രീഹരീഷ് ഡ്രൈവർ, പിന്നെ മറ്റവരും അതിൻ്റെ പിറകെ വന്നു. അവരും അവിടെ ഉണ്ട്. ഞാൻ നേരെ ഇവരെ ചുവന്ന കാർ ഫ്രണ്ടിലാണ് കൊണ്ടിട്ടത്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പുറകിലുണ്ട്. അപ്പോൾ ചുമന്ന കാറ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഇവൻ നമ്മുടെ ആൽബിനും ലിബിനും കൂടെ ഇവനെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഇവന് ചെറിയ ഈ ഒരു ഷിവറിങ് ഉള്ളതുകൊണ്ട് ഇവന് ചെറിയ ഷിവറിങ് പോലെ ഉണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് മെഡിക്കൽ വല്ലതും നടത്തണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം വേണ്ട സാറേ, എനിക്ക് ഉറങ്ങിയത് പോകും. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവന് റെസ്റ്റ് എടുത്താൽ ഇത് പോകും സാറേ എന്ന് പറഞ്ഞു. ഇത് അടിച്ചിട്ടുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഇവൻ ഈ ഷിവറിങ് ആയിട്ടൊന്നുമില്ല, ഇവൻ ഈ മറ്റേ കുടിയന്മാർ കാണിക്കുന്നൊരു ഷോ ഇല്ലേ, ആ ഷോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉറങ്ങിയാൽ പോകുന്നു. ഞാൻ മനസ്സിൽ കരുതി, പണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ കുടിയന്മാരെ കൊണ്ടുവന്ന് വെറും തറയിൽ കിടത്തരുത് എന്ന് പറഞ്ഞാൽ, ഈ സിമെൻറ്റ് തറയിൽ കിടത്തിയാൽ ഇവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ നല്ല ഉദ്ദേശത്തോടെയാണ് ഞാൻ കൊണ്ടുവന്ന് ഇവരെ മുകളിൽ കയറ്റിയത്. ഈ നമ്മുടെ റെസ്റ്റിംഗ് റൂമിൽ, പോലീസുകാർ റെസ്റ്റ് ചെയ്യുന്ന റെസ്റ്റിംഗ് റൂമിൽ ഞാൻ അവരെ കയറ്റി നല്ല ഉദ്ദേശത്തോടെ, സതുദ്ദേശത്തോടെയാണ്. അത് നിങ്ങൾ ആ 4 പേരെടുത്തും ചോദിച്ചു, അവരെ അതിനകത്ത് കൊണ്ടുവച്ച്, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് 4 പേരെയും ഇത് കൊണ്ടുപോയി സെല്ലിലിടാത്തത്. എൻ്റെ സ്റ്റേഷനിലെ സെല്ല് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ഇരുണ്ട മുറിയാണ്.
രാത്രിയാകുമ്പോൾ കൂരിട്ടാണ്, അതിനകത്ത് ലൈറ്റില്ല, പിന്നെ ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ. ഈ 5 പേരും കൂടെ ഒരു ബാത്റൂമിൽ പോകുമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പോലത്തെ ഒരു കാര്യമാണ് അതിനകത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവന്മാരെ നല്ല ഉദ്ദേശത്തോടെയാണ് ഞാൻ അവിടെ മോളിൽ കൊണ്ട് കയറ്റിയത്. മോളിൽ കൊണ്ട് കയറ്റുമ്പം GD ചാർജ് മനോജുണ്ട്, ഞാനുണ്ട്, ലിബിനുണ്ട്, ശ്രീഹരീഷുണ്ട്, പിന്നെ ആൽബിനുണ്ട്. പാറാവ് ഡ്യൂട്ടിക്കാരനില്ല. പാറാവ് ഡ്യൂട്ടിക്കാരൻ ഫ്രണ്ടിൽ, സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണം. ശ്രീകുമാറായിരുന്നു ആ സമയത്ത് പാറാവ് ഡ്യൂട്ടി. ഈ പാറാവ് റെസ്റ്റുള്ള ഈ ആശിഷ് സ്റ്റീഫനെ ഞാൻ ഫോണിൽ ആശിഷ് സ്റ്റീഫനെ വരാനായിട്ട് ഞാൻ ശ്രീകുമാറിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു. ശ്രീകുമാർ ആരോ വിളിച്ചു, അവൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പാറാവ് റെസ്റ്റുള്ളവനെ അവിടെ ഇരുത്താമെന്ന് കരുതിയാണ്. അപ്പോൾ ഇവരവിടെ കിടന്നുറങ്ങട്ടെ എന്നുള്ള കരുതിയാണ് റെസ്റ്റ് റൂമിൽ ഇറങ്ങട്ടെ. അപ്പോൾ ഈ ഇത് LDPS കേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റക്ഷൻ നടത്തി കൊണ്ടുവന്ന് ഉടനെ തന്നെ ഇതിടണം. ഏത് അതല്ല, ഈ FIR ഈ എല്ലാ കേസും വിട്ടുപോണത് FIR-ന്റെ ഡിലേ ആണ്. FIR-ന്റെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എടുത്ത് അടിക്കും. നിങ്ങൾ ഇത്രയും സമയം ഇത് സീഷർ മൗസർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത്രയും സമയം എന്തെടുത്തു എന്ന് ചോദിച്ച് നമ്മൾ വെള്ളം കുടിപ്പിക്കണം. ഞാൻ 2-3 കേസിന് പോയപ്പോഴൊക്കെ എന്നെ അതിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഇവരെ അടുത്ത് ഞാൻ ആശിഷ് സ്റ്റീഫൻ വന്നു. ആശിഷ് സ്റ്റീഫൻ്റെ അടുത്ത് പറഞ്ഞു ഇവരെല്ലാം നോക്കാൻ പറഞ്ഞു. മുകളിൽ ആശിഷ് സ്റ്റീഫൻ വന്നു. റെസ്റ്റ് റൂമിൽ ഇവരെ ഇരുത്തിയിട്ട് ഇവരെല്ലാം കട്ടിലാണ് കിടത്തി. 2 കട്ടിൽ അടുപ്പിച്ചിട്ട് 4 പേരെയും. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നോ? ഞാൻ കയറി. എത്ര സമയം ഉണ്ടായിരുന്നു? ഞാൻ വളരെ തുച്ഛമായ സമയം അതിനകത്തുള്ളൂ. അതിനകത്ത് CCTV ഇല്ല. പുറത്തുണ്ട്. കയറുന്ന ഇറങ്ങുന്ന സമയം ഉണ്ടാവില്ല? ഉണ്ടാവും. എത്ര സമയം ഏകദേശം ഉള്ളിലുണ്ടാവും? ഞാൻ കൂടി വന്ന് അതിനകത്ത് ചിലവഴിച്ച് ഒരു 10-12 മിനിറ്റേ ഉള്ളൂ. 10-15 മിനിറ്റിനകത്തേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവന്മാരെ ഞാനും ലിബിനും ശ്രീഹരീഷും താഴെ പെട്ടെന്ന് ഇറങ്ങി. നമുക്ക് ഈ FIR ഇടുക എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ മെഡിക്കൽ നടത്തേണ്ടതെന്ന് ചോദിക്കും, ഒരു ചോദ്യം. അത് നടത്തേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ തിരൂർ ഹോസ്പിറ്റലിലാണ് നമ്മൾ മെഡിക്കൽ നടത്താൻ കൊണ്ടുപോകേണ്ടത്. തിരൂർ ഹോസ്പിറ്റലിൽ ഒരൊറ്റ ഡ്യൂട്ടി ഡോക്ടറെ രാത്രി കാണുള്ളൂ. അപ്പം അവിടെ നല്ല പേഷ്യൻറ്റും കാണും. ഈ 5 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളൊരു അവിടെ എത്തുമ്പോൾ തന്നെ എങ്ങനെ പോയിരുന്നാലും 2-2:30 മണിയാവും. ഇവിടുന്ന് നമ്മൾ ദേവദാർ പാലത്തിൽ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 2:30 മണി കൂട്ടിക്കോ ഉദ്ദേശം. അത് കഴിഞ്ഞ് ഈ 5 പേരെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു അരമണിക്കൂർ എടുക്കും ഒരു ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ 5 പേരാകുമ്പം എത്ര മണിക്കൂർ? 2:30 മണിക്കൂർ അവിടെ തീരും. ഇതിനിടയിൽ വേറെ പേഷ്യൻസ്, അത്യാവശ്യം എമർജൻസി പേഷ്യൻസ് വന്നാൽ ഡോക്ടർ അവരെയും നോക്കും. അവരെ നോക്കിയതിന് ശേഷം വീണ്ടും വൈകും. എങ്ങനെ പോയിരുന്നാലും ഒരു FIR 3 മണിക്കൂർ അതിൽ ലേറ്റാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ FIR അടിച്ച് കയറ്റുമ്പം വീണ്ടും ഒരു 3 മണിക്കൂർ വേണ്ടി വരും. FIR ടൈപ്പ് ചെയ്ത് കയറ്റണം. ഈ നമ്മൾ കൊണ്ടുവന്ന ഈ മൊഴി, ഈ സീഷർ മൗസർ നമ്മൾ അടിച്ച് കയറ്റണം. അതില്ല, അതിലന്ന് ഈ ഇരുന്ന് GD ചാർജ് മനോജ് എന്ന് പറഞ്ഞാൽ അവൻ കുറേ കാലം സ്പെഷ്യൽ യൂണിറ്റിൽ ഇരുന്ന കോടതി ഡ്യൂട്ടിയൊക്കെ ചെയ്തിരുന്ന അവന് ഈ ടൈപ്പിംഗ് വലിയ സ്പീഡുള്ളതല്ല മനോജിന്. പിന്നെ മനോജ് ഒരു സാധുവും കൂടെ. അവൻ എന്ത് ചെയ്യും, ഇത് അടിച്ച് കയറ്റുമ്പം വേണം ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് വേണം. അപ്പം ആ ഒരു ഡിലേ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ മെഡിക്കൽ നടത്താതെ ഞാൻ സ്റ്റേഷനിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് FIR ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി, പ്രൊസീജിയർ കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവരെ മെഡിക്കൽ നടത്താതെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവൻ മരിക്കുമെന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവൻ ഈ MDMA വിഴുങ്ങിയിരുന്നു എന്നുള്ള ഒരു എനിക്കൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സ്റ്റേഷനിൽ കൊണ്ട് കയറ്റൂല. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവനെ ഇടുള്ളൂ. ഇങ്ങനെ വിഴുങ്ങിയതില്ല ആരും പറഞ്ഞില്ല. ഇത് ആരും അറിഞ്ഞിട്ടില്ല, ഇവനും പറഞ്ഞിട്ടില്ല. എന്നാൽ അവനെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. മുകളിൽ കയറ്റി അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കാര്യം ഞാൻ അവരടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ ആശിഷ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ കിടന്ന് ഷോ കാണിക്കും, അത് വലിയ കാര്യമാക്കണ്ട, ഇവൻ ഈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ ഇടയ്ക്ക് അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു, ആരുടെ ജനലിൻ്റെ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആടാ അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ ഇവൻ ചിരിക്കുന്നുണ്ട് ആശിഷ് ഇവൻ. ഞാൻ പറഞ്ഞിട്ട് ആശിഷ് അത് അവൻ ഇത് അടിച്ചിരിക്കുന്നുള്ള ഹാലൂസിനേഷനാണ്, നീ അത് കള എന്ന് പറഞ്ഞ് ഞാൻ നേരെ താഴെ ഇറങ്ങി. ഞാനും ലിബിനും ശ്രീഹരീഷ് എനിക്ക് ഈ സീഷർ മാസ്റ്റർ വായിച്ചു തരികയാണ്. ഞാൻ 57 റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എടേ പെട്ടെന്ന് FIR അടിച്ച് നമുക്ക് കയറ്റിയതിന് ശേഷം ഇവന്മാരെ മെഡിക്കൽ നടത്താം. അപ്പം ഞാൻ എന്നിട്ട് ഇതിനിടയ്ക്ക് ലിബിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ലിബിന് ഫുഡ് വാങ്ങിക്കാൻ പുറത്തു പോയി. ആ സമയത്ത് പുറത്ത് പോയപ്പോൾ ലിബിന് കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ കടകളെല്ലാം അടച്ചു, താനൊരു ഭാഗത്ത് കടകളിൽ ഫുഡില്ല, നമുക്ക് എന്ത് ചെയ്യട്ടെ, 5 പേർക്ക് കൊടുക്കാനുള്ള ഫുഡില്ല, സാർ എന്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, നീ കുറച്ച് കഴിഞ്ഞ് തിരൂരോട്ട് പോകും. അപ്പോൾ 10 കിലോമീറ്റർ പോകണം തിരൂർ. അപ്പോൾ തിരൂർ പോകണം, ഞാൻ എൻ്റെ കാറ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ പേഴ്സണൽ കാർ വിളി കിടപ്പുണ്ട്, കാർ തരാൻ. അവൻ പറഞ്ഞു വേണ്ട, ബൈക്കിൽ പോകുമെന്ന് പറഞ്ഞു.
എന്നിട്ട് അവൻ പറഞ്ഞു, സാറേ എനിക്ക് ഇത്തിരി തലവേദന, ഞാൻ ഇത്തിരി ഒന്ന് കിടന്നോട്ടെ, കുറച്ച് നേരം കിടന്നിട്ട് പോകുമെന്ന് പറയും. ഞാൻ പറഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് എടുത്തോന്നു. എന്നിട്ട് നേരെ ഈ ശ്രീഹരീഷ് എനിക്കിത് വായിച്ചു തരുന്നു, സീസർ മാർസ് വായിച്ചു തരുന്നു. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആശിഷ് സ്റ്റീഫൻ ഒരു പ്രാവശ്യം പാറാവുകാരനെ വിളിച്ചു. ഇവൻ കിടന്ന് അവിടെ കിടന്ന് ഷോ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവൻ വന്നതിൻ്റെ അടുത്ത് പറയും, സാറേ അവൻ അവിടെ കിടന്ന് ബഹളം കാണിക്കണമെന്ന് ആശിഷ് സ്റ്റീഫൻ വിളിച്ചെന്ന് പറഞ്ഞു. ഈ പാറാവുകാരൻ ശ്രീകുമാർ വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇടയിൽ അത് വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവനെ ഒരു 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. ആശിഷ് സ്റ്റീഫൻ വിളിച്ചു ഈ ശ്രീകുമാറിനെ. അപ്പോൾ ശ്രീകുമാർ ഓരോ പ്രാവശ്യം വന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പം ഞാൻ പറഞ്ഞാൽ വലിയ കാര്യമാക്കണ്ട. കുറേ കഴിഞ്ഞപ്പം എൻ്റെ ശ്രീഹരീഷിനെ ആശിഷ് സ്റ്റീഫൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അവൻ്റെ വായിന്ന് നൊരയും പതയും പറഞ്ഞു. എത്ര സമയമായി? അപ്പോൾ ഒരു 3:45 ആ ടൈമാണ് ഉദ്ദേശം. ഒരു 3:45, നീ കറക്റ്റ് സമയം ഞാൻ നോക്കിയിട്ടില്ല, ഒരു 3:45 ടൈമാവും. ഞാൻ പെട്ടെന്ന് അപ്പം നമ്മൾ എഴുതി തീരാറുമായി, ഏകദേശമായി. അപ്പം ഇനി ഒരു 2 പേജും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കയറി നോക്കടാന്ന് പറഞ്ഞു. ഇവൻ ആശിഷ് ഈ ശ്രീഹരീഷും ലിബിനും കൂടെ പെട്ടെന്ന് മോളിൽ കയറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും ആശിഷ് സ്റ്റീഫൻ വന്നു പറഞ്ഞു, സാറേ അവൻ്റെ സ്ഥിതി ഇത്തിരി മോശമാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ വന്ന് പെട്ടെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ആശിഷ് സ്റ്റീഫനും കൂടെ പെട്ടെന്ന് മുകളിലോട്ട് കയറി ഞാൻ നോക്കാൻ നേരത്ത് ഇവ ഇങ്ങനെ വെട്ടി പറയ്ക്കുന്നു. ഈ നമ്മുടെ ശ്രീകുമാറിലെ ഈ ശ്രീഹരീഷ് ഇവന് CPR കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ശ്രീകുമാർ മോളിൽ കയറി, പാറാവിലുള്ള ശ്രീകുമാർ മോളിൽ കയറി. GD ചാർജ് അപ്പോഴും താഴെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കണം, അവൻ കയറിയില്ല. ഇത് കണ്ട എനിക്ക് ആ വെപ്രാളമായി. ഞാൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ ഡ്രൈവറെ ഫോൺ വിളിച്ചു. ഞാൻ ഒരു 4 മണി അടുപ്പിച്ച് ഞാൻ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വണ്ടിയും കൊണ്ട് ഓടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ ഒരു 4-5 കിലോമീറ്റർ നിൽക്കണം, അവരൊരു ആക്സിഡൻറ്റ് കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വാ, അവന് ഒട്ടും സുഖമില്ല, അവൻ ഇങ്ങനെ ഇതാകുന്നു, ഒരു വെട്ടി വിറയ്ക്കുന്ന സ്ഥിതിയിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്മാർ ഒരു 1/4 മണിക്കൂറിനകത്ത് അവരെത്തി. വണ്ടി ബാക്കിൽ കൊണ്ടു. ഞാൻ പറഞ്ഞു, വണ്ടി ബാക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ ആശിഷ് സ്റ്റീഫൻ, ശ്രീകുമാർ ഇവരെല്ലാം കൂടെ, ലിബിൻ എല്ലാവരും കൂടെയാണ് ചുമന്നിറക്കണത്. ഇവനെ ചുമന്ന് എടുത്തുകൊണ്ട് അതിനിടയ്ക്ക് ഇവൻ്റെ മുണ്ടൂരി അവിടെ തറയെ വീണു. ഞാൻ പറഞ്ഞു, മുണ്ടൊന്നും എടുക്കണ്ട, ഇവൻ ഒരു ചുവന്ന ചട്ടിയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്, ഒരു ജട്ടി എന്ന് പറഞ്ഞാൽ ഒരു നിക്കർ മോഡൽ. ഞാൻ പറഞ്ഞു, അത് മതി, പെട്ടെന്ന് കയറ്റ്. അങ്ങനെ ഇവൻ്റെ മുണ്ട് ഊരിപ്പോയി. ഇവനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇവൻ്റെ മുണ്ട് ഊരിപ്പോയി. അതിനിടയ്ക്ക് മുണ്ട് നേരെ ഇവൻ ഉടുക്കാതെ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളിച്ചായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതിനിടയ്ക്ക് ഇവനെ അവിടെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവന് തണുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പുതപ്പ് വരെ അവൻ എടുത്തു കൊടുത്തു. സാധാരണ ഒരു പ്രതിക്കും പുതപ്പ് കൊടുക്കണമല്ല, ഇവന് തണുക്കണം. ഇവൻ പറഞ്ഞു, സാറേ എനിക്ക് MDMA അടിച്ചുകൊണ്ട് തണുക്കണുണ്ട്, ഒരു പുതപ്പ് വരെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തൊരു പുതപ്പ് വരെ എടുത്തു കൊടുത്തു. പോലീസുകാർ പോയിച്ചെടുക്കുന്നുണ്ട്, പുതപ്പ് വരെ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇവനെ ചുമന്നിറക്കി ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഒരു 4:17 വണ്ടി അവിടെ നിന്ന് പോയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഒരു 4:17 വണ്ടി നൈറ്റ് ഓഫീസർ സുഗീഷ് SIയും ആശിഷ് സ്റ്റീഫനും ശ്രീകുമാറും ഇവനും ഡ്രൈവറും കൂടെ വണ്ടിയിൽ പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ പ്രതികളെ അപ്പോൾ താഴെ ഇറക്കി സെല്ലിനകത്തിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ പെട്ടെന്ന് താഴെ ഇറക്കി. അല്ലെങ്കിൽ വേറെ ആരുമില്ല, ഇനി അവരെ മുകളിൽ ഇരുത്തിയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ ഇരുത്തിയിട്ട് നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ഇവന്മാർ ഇറങ്ങി ഓടിക്കളയും. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ താഴെ ഇറക്കി ഇവരെ സെല്ലിനകത്താക്കിയപ്പോൾ ഇവന്മാർ ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. അയ്യോ അവൻ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞ്, എടാ അവനൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞാൻ അവന്മാർക്ക് ചോദിച്ചു, ഞാൻ സെല്ലിൽ കൊണ്ടിട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളെ ആരെങ്കിലും ദേഹത്ത് അടിച്ചോ? ഞങ്ങൾ ആരെങ്കിലും അടിച്ചോ? സാർ അടിച്ചില്ല, ഞങ്ങൾക്ക് സാർ അടിച്ചില്ല. ഞങ്ങളെ പക്ഷെ അടിച്ചത് ചേളാരിയിൽ നിന്ന് വേറെ ടീം എടുത്ത് അടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയും. ഞാൻ സത്യം പറഞ്ഞ അപ്പോഴാണ് ഈ ചേളാരി എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്. മനസ്സിലായി? ഈ ഡാൻസ് നിങ്ങളുടെ സ്ക്വാഡുകാരടിച്ച് ജിനേഷ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പറയുന്നുണ്ട്. ആ ക്യാമറയിലുണ്ട്. സെല്ലിൽ ക്യാമറയുണ്ട്. അവന്മാർ അവിടെ ബഹളം കരയണതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ അടിച്ചോ? ഇല്ല സാറേ, നിങ്ങൾ അടിച്ചില്ല, ഞങ്ങളെ പക്ഷെ അടിച്ചു. നിങ്ങളുടെ സ്ക്വാഡുകാരടിച്ചു. ഞങ്ങളെ എടുത്തത് ഇവിടെയല്ല, ഞങ്ങളെ താനൂരിൽ നിന്നല്ല എടുത്തത്, ഞങ്ങളെടുത്തത് ചേളാരി എന്നാണ് പറഞ്ഞത്. അവർ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും ആ വീഡിയോയിലുണ്ട്. ഞാൻ സത്യമാണ് ഞാൻ പേടിച്ചു. ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇവന്മാർ ചേളാരി എന്നാണ് പൊക്കിയെന്നുള്ള വിവരം ഞാൻ അറിയുന്നത് അപ്പോഴാണ്. തുറന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, സത്യമായിട്ട് മുകളിലെ ദൈവത്തിനാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്ന പത്മനാഭ സ്വാമിയാണ് സത്യം.
ഇവരെപ്പോഴെടുത്തൊന്നും പറഞ്ഞില്ല. പ്രതികളൊന്നും പറഞ്ഞു. ദേഹോദരം അടിച്ചു. അതിൽ ഈ താമിറിനെ നല്ല രീതിയിൽ അടിച്ചെന്നാണ് പറഞ്ഞത്. താമിറിനെ അവരാണ് അടിച്ചു കൊന്നത്, അവരാണ് അടിച്ചു കൊന്നതാണ് അവന്മാർ പറഞ്ഞത്. കൊന്നെന്നാണ് പറഞ്ഞത്. അവൻ അടിച്ചത് കാരണമാണ് അവൻ ഈ ഗതി വന്നത്, ഈ ഇത് വന്നതെന്ന് പറഞ്ഞത്. അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ, അവൻ ചത്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ഇവന്മാരാണെന്ന്. സ്കോഡുകാരെന്നാണ് അവന്മാർക്ക്. ജിനേഷിന്റെ പേര് അവന്മാർക്ക് അറിയാം. ജിനേഷും ആൽബിനെ അവന്മാർക്ക് അറിയാം. തടിയൻ, കറുത്ത തടിയൻ എന്ന് പറയുന്നുണ്ട്, മനസ്സിലായി? ആൽബിനാണ്, മനസ്സിലായി? കറുത്ത തടിയൻ. ഞാൻ സത്യം പറയാം, അപ്പോഴാണ് ഞാൻ ഈ കാര്യം എൻ്റെ കൈയും കാലും പറയലായിപ്പോയി. ഞാൻ ഉടനെ തന്നെ പാറാവിൻ്റെ അടുത്ത്, അല്ല എൻ്റെ GD ചാർജിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് കുറച്ച് നേരം സ്റ്റേഷനിൽ ഇരിക്കും, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. ഞാനും ആൽബിനും ശ്രീഹരീഷും കൂടെ അവിടുന്ന് പെട്ടെന്ന് വണ്ടിയിൽ കയറി ഇറങ്ങി. എൻ്റെ പേഴ്സണൽ കാറിൽ ഇറങ്ങി. ആ സമയത്ത് ഞാൻ ഈ എൻ്റെ IPയെയും എൻ്റെ DYSPയെ ഞാൻ വിളിക്കുന്നുണ്ട്. IPയെ ഞാൻ വിളിക്കുന്നത് 4:30 ആശുപത്രി കൊണ്ടുപോയി. ഓൺ ദ വേയിലാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഇവന്മാരെ കൊണ്ടുപോയിട്ടുണ്ട്, സാറ് ഒരു കാര്യം ചെയ്യണം, സഹായിക്കണം. അല്ല, സാറ് കൊണ്ടുപോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവന് ഇത് പറ്റും, സാറ് പെട്ടെന്ന് വരണം, സാറ് സ്റ്റേഷനിൽ വരണം സാറ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് DYSPയാണ്. 4:24 ഫസ്റ്റ് ഞാൻ DYSPയാണ് വിളിച്ച കാര്യം പറഞ്ഞു. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് 1 സെക്കൻഡ് ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അവനിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം, അവന് ഡേഞ്ചറാണ്, അവന് നല്ല സീരിയസ് ആണ്. ഞാൻ പറഞ്ഞു, അവൻ്റെ വായിൽ നിന്ന് ഒരയുമ്പോഴത്തേക്ക് ഒന്ന് അങ്ങനെ കൊണ്ടുപോയിരിക്കണം സാറേ എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ശരി ഓക്കെ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്ക്, ബാക്കി FIR അടിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ബെന്നി ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാറേ സ്റ്റേഷനിൽ ആകപ്പാടെ വല്ലാത്ത സ്ഥിതിയാണ്, GD ചാർജ് അടിക്കാൻ പറ്റുന്നില്ല, അവന് ടെൻഷൻ എന്ന് പറയുന്നു. അവൻ ആകപ്പാടെ ഒരു മരവിച്ച ലുക്കിൽ നിൽക്കണം. ഈ ശ്രീഹരീഷാണെങ്കിൽ കരച്ചിലും, സാറേ എൻ്റെ പണി പോയി സാറേ, എനിക്കൊന്നും ചെയ്യാൻ പോയി സാറേ, എനിക്കിന്നും ഇല്ല സാറേ എന്ന് പറയുമ്പോൾ ഞാൻ ആകപ്പാടെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇതൊന്ന് ഇതിൻ്റെ FIR ഒന്ന് അടിക്കാൻ, നമ്മളൊന്ന് അടിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഈ സ്ഥിതി എല്ലാവരും പഠിച്ചു. അങ്ങനെ 4:40 ആയപ്പോൾ FIR ആയിട്ടില്ല. FIR ഇനി അടിച്ചു കയറ്റാണ്ട്. എനിക്കാണെങ്കിൽ സീഷർ മൗസ് 4-5 പേജ് അടിച്ചു കയറ്റാറുണ്ട് FIR. ഇവൻ കുറഞ്ഞ സ്പീഡിൽ അടിക്കുള്ളൂ. ഞാൻ ആകെപ്പാടെ ബേജാറായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ജീവൻ ജോർജ് സാർ ഏകദേശം 5 മണി അടുപ്പിച്ച് സ്റ്റേഷനിലെത്തി. ജീവൻ ജോർജ് സാറ് 5 മണി നിങ്ങൾ ആദ്യം DYSPനെ വിളിച്ചു, ബെന്നിനെ വിളിച്ചു, സാറിനെ വിളിച്ചു. അതിന്റെ പിന്നാലെ ജീവൻ ജോർജിനെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ കാർ എടുത്തുകൊണ്ട് ഇതിൻ്റെ പുറകെ പോയപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ജീവൻ ജോർജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എടാ പാറാവിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നിങ്ങൾ പോകണ്ട. അല്ല, പാറാവിനെ അല്ല, GD മനോജിനെ സാറിനറിയാം, ഒരു അപ്പാവിയാണെന്ന് സാറിനറിയാം. അതുകൊണ്ട് സാറ് പറഞ്ഞു, അവനെ അവിടെ ഇരുത്തിയിട്ട് പോകണ്ട, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് സ്റ്റേഷനിൽ കയറിയപ്പോഴേക്കും ഇവൻ ശ്രീഹരീഷ് ആകെപ്പാടെ ഡൗണായി. അപ്പം തന്നെ, സാറേ ഇത് നമ്മുടെ തലയിലാവുമല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിടാ, നില്ലടാ, നമുക്ക് ദൈവമുണ്ടോ, നമുക്ക് ദൈവമുണ്ടോ. ഞാൻ അപ്പോഴും അവൻ്റെ അടുത്ത് നമ്മളെ ചതിക്കൂലടാ, ദൈവമുണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ല അവന്മാരെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴേക്കും ആശിഷ് സ്റ്റീഫൻ്റെ കോൾ ഇവന് പറഞ്ഞു. ഉദ്ദേശം ഒരു 4:40 ആശുപത്രി കൊണ്ട് ആശിഷ് സ്റ്റീഫൻ വിളിച്ചു പറഞ്ഞ് അവൻ മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞു. 4:40 പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞു അതിനുശേഷം ഒരു മരവിപ്പായിരുന്നു സ്റ്റേഷനിൽ. ഈ 4:40 ഡോക്ടർ അപ്പോൾ ശരിക്കും ആശിഷിനോട് എന്താ പറഞ്ഞു? അവിടെ എത്തിയിട്ട് മരിച്ചതാണോ അതോ അവിടെ എത്തിയതിന് ശേഷം മരിച്ചതാണോ? അതെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. മരണപ്പെട്ടു എന്നാണ് ഇവൻ പറഞ്ഞത്. അത് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം ഇങ്ങനെ തലയിൽ കൈയും വെച്ച് ഇരിപ്പായി. ആകെപ്പാടെ സ്റ്റേഷൻ ഡൗൺ ആയി. ഞാൻ പറഞ്ഞു, പൊന്നു മക്കളെ, നമുക്ക് FIRഉം ഇതൊന്ന് അടിച്ച് തീർക്കാം, ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഡൗൺ ആയി. ശ്രീഹരീഷൻ്റെ ഫോണിലേക്കാണ് ആശിഷ് സ്റ്റീഫൻ വിളിക്കുന്നത്. മനസ്സിലായില്ല? അത് കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ എൻ്റെ ഔട്ട് ഓഫ് കൺട്രോളായി. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ IP വന്നു. IP ഏകദേശം 5 മണി അടുപ്പിച്ച് IP വന്നു. IP ഇവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്റ്റേഷനിൽ വെച്ച് അടിച്ചോടാ, നിങ്ങൾ ആരെങ്കിലും സ്റ്റേഷനിൽ. അപ്പോൾ അവന്മാരല്ല ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴും IPയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങളെ അടിച്ചിട്ടുള്ളത് സ്ക്വാഡുകാരാണ്, ഞങ്ങളെ അടിച്ചിട്ടുള്ളത്, ചേളാരിയിൽ നിന്ന് ഞങ്ങളെ ഉച്ചയ്ക്ക് എടുത്തതാണ്, ഉച്ചയ്ക്ക് എടുത്തതാണൊക്കെ പറഞ്ഞു. അവന്മാരെല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവന്മാർ പറഞ്ഞു. ആ CCTVക്കകത്ത് അതിനകത്തുണ്ട്. ഞാൻ ആ CCTV കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പം വിവരാശം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നെ
IP ആണ് വന്ന് FIR കാര്യങ്ങളും ഒക്കെ ഇടാൻ തീരുമാനിച്ചു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതിനുശേഷം പറയൂ. ഈ നമ്മൾ മരിച്ചു എന്ന് അറിഞ്ഞില്ല, നിങ്ങൾ 4:40 അറിഞ്ഞു, പിന്നെ നമ്മൾ FIR ഇട്ടിട്ട് എന്താ കാര്യം? എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഈ മരണപ്പെട്ടിട്ട് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി പ്രതികളുണ്ട്, 4 പ്രതികളുണ്ട്. അപ്പോൾ അവരെ കോടതിയിൽ കൊണ്ടുപോകണ്ടേ, അപ്പോൾ FIR വേണ്ടേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രൊസീജിയർ അറിഞ്ഞുകൂടായിരുന്നു. മരണപ്പെട്ട CA ഉണ്ട്, DYSP അറിയിച്ചു. DSPയും CA വന്ന ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനകത്ത് DYSP എത്തി, ബെന്നി സാർ എത്തി. ആ സമയത്തിന് FIR ആയിട്ടില്ല. എന്നാൽ അവർക്ക് തിരുത്താമായിരുന്നു, അവർ തിരുത്തിയില്ല. ഹോസ്പിറ്റലിൽ നിന്നല്ല, ആശിഷ് സ്റ്റീഫനാണ് വിളിച്ചു പറയുന്നത്. കൂടെ പോയി DYSP എത്തി. അല്ലല്ല 4:40 മുമ്പ് എത്തിയില്ല, ഒരു 5 മണിക്ക് ശേഷം എത്തി. ആദ്യം ജീവൻ ജോർജ് സാറ് മഫ്തിയിലാണ് വന്നത്. സാറ് വന്നു. സാറ് ഇതേപോലത്തെ ബനിയനൊക്കെ ഇട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് DYSP സാറ് യൂണിഫോമിലാണ് വന്നത്. സാറ് DYSP സാർ വന്നിട്ട് പ്രതികളോടൊന്നും ചോദിച്ചിട്ടുണ്ടാവാം. അത് CCTV നോക്കി ഞാൻ അപ്സെറ്റായി. ഞാൻ സത്യം പറഞ്ഞ ആ റൂമിൽ ഇങ്ങനെ ഇരിപ്പായിപ്പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. FIR നടപടികളെല്ലാം പിന്നെ ബാക്കി പോലീസുകാരെ സാറ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. സാറ് വിളിച്ചു. അത് എല്ലാ പോലീസുകാരും, ബെന്നി സാറല്ല, അല്ലല്ല, ഇദ്ദേഹം ജീവൻ ജോർജ് സാർ വിളിച്ചു. പെട്ടെന്ന് എല്ലാ പോലീസുകാരും വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പോലീസുകാർ വന്നു. പാറാവിൽ വേറൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ പയ്യനെ ഇരുത്തി. പിന്നെ ബാക്കി പ്രൊസീജിയർ യഥാർത്ഥം പറഞ്ഞ് ഇത് അടിച്ചു കയറ്റുന്നത് നമ്മുടെ ബെന്നി സാറിൻ്റെ റൈറ്റർ സലേഷ് വന്നാണ്. അവൻ നല്ല സ്പീഡിലായിരിക്കും. അവനൊരു 6 മണി അടുപ്പിച്ചെന്തോ എത്തിയെന്ന് തോന്നുന്നു. അവൻ വന്നാണ് ഇത് അടിച്ചു കയറ്റി. സമയം 7:03 7:03 4:40 അവൻ മരിച്ചു. വിവരം കിട്ടി. അപ്പൊ അതിന് മുമ്പ് മരിച്ചു. അപ്പൊ ഈ DYSPയും CAയും നിൽക്കുകയാണ് ഈ മരിച്ച പ്രതിന്റെ കൂടി FIR 7:03 അടിക്കുന്നത് അല്ലേ? അപ്പോഴേക്ക് ബെന്നിന്റെ റൈറ്ററെ വിളിച്ചു വരുത്തി ഈ സ്റ്റേഷനിലേക്ക്. 7:03 മരിച്ചാളുടെ പേരിൽ മരിച്ചില്ല എന്ന രീതിയിൽ FIR പക്ഷെ FIR നമ്മൾ അറിഞ്ഞത് 7:05 മരിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണോ? അല്ല, FIR-ലോ മരിച്ചത് എപ്പോഴാണ് അറിഞ്ഞത് ചോദിച്ചാൽ 7:05 മരിച്ചതായിട്ടാണ് പറയണത്. പിന്നീട് അല്ലേ, അതായത് FIR കേട്ടതിന് ശേഷമാണ് മരിച്ചതായിട്ട് അറിഞ്ഞതെന്നാണ് മീഡിയയിൽ ബാക്കിയുള്ളവരെ അറിയണത്. അല്ല, അതിനു മുമ്പ് മരിച്ചു എന്നുള്ള ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് കിട്ടി. ഞാൻ രണ്ടുപേരും കിട്ടി. പക്ഷെ നമ്മള് പുറത്ത് മീഡിയയോട് പറഞ്ഞിരിക്കുന്നത് 7:03 FIR കയറി 7:05 മരിച്ചതായിട്ട് ഞങ്ങൾക്ക് വിവരം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. മനസ്സിലായി? അതിനെക്കുറിച്ച് എനിക്ക് ബെന്നി സാറ് വന്നു, ജീവൻ ജോർജ് സാർ വന്നു. അതിനുശേഷം പരപ്പനങ്ങാടി CA ജിനേഷ് സാർ വന്നു. ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം നിൽക്കുകയാണ്. പിന്നെ FIR ഇട്ടത്. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ FIR ഇട്ടു. പിന്നെ SP സാർ അതിന് ശേഷം വന്നു. SP സാർ വന്ന സമയം എനിക്കറിയത്തില്ല. SP സാർ വന്നു, സ്റ്റേഷനിൽ വന്നു. SP സാർ പ്രതികളോട് സംസാരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ആകെപ്പാട് ഡൗൺ ആയിപ്പോയി. പിന്നെ ഞാൻ ബോഡി ഇൻക്വസ്റ്റ് നടത്തുന്നത് RDO ആണ്. പിന്നെ നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ അടുക്കൽ തെളിവുകളോ വന്ന് ചോദിക്കുക, പിന്നെ ഓഫീഷ്യൽസ് ഒന്ന് ചോദിക്കുകയോ ഓഫീഷ്യലി രേഖപ്പെടുത്തുകയോ ചെയ്തു? അല്ല, എന്നെ അതിന് ശേഷം SP സാർ വന്നിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, വറീഡാവണ്ട, ചിലപ്പോൾ നീ മാനസികമായിട്ട് കരുത്ത് നേടിയേ പറ്റൂ. ഞാൻ ആ പാടെ തളർന്നുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാനസികമായിട്ട് കരുത്ത് നേടിയേ പറ്റൂ, നിനക്ക് ചിലപ്പോൾ ഒരു സസ്പെൻഷൻ വരും, അത് മനസ്സിൽ കരുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചത് ഞാനും ശ്രീഹരീഷും ലിബിനും എന്തായാലും സസ്പെൻഷനാവും. നമ്മൾ 3 പേരാണല്ലോ പോയി പിടിച്ചതും കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 3 പേരുടെ പറഞ്ഞു. അവരെ ഞാൻ മനസ്സ് ഇതാക്കി. നിങ്ങൾ വിഷമിക്കരുത്, ലിബിനെ നിങ്ങൾ സസ്പെൻഷനാവും, വിഷമിക്കരുത്. അപ്പോൾ ഈ ശ്രീഹരീഷ് അങ്ങ് ഭയങ്കര ബേജാറായി ആ സമയത്ത്. സാറേ, ഞാൻ സസ്പെൻഷനായി, എൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കുന്ന മറ്റൊന്ന് പറഞ്ഞു, ഭയങ്കര കരച്ചിലും ഒക്കെ. ഞാൻ പറയുന്ന മോനെ, എന്തായിരുന്നാലും നമ്മൾ സസ്പെൻഷനാവും. നമ്മൾ 3 പേരുമാണ് ഇതിന് പോയവർ. നമ്മൾ സസ്പെൻഷനാവും. ഓഫീസർ എന്ന നിലയ്ക്ക് ഞാനാവും. അത് കഴിഞ്ഞ് ഇത് IP-ക്കൊക്കെ ഇത് നേരത്തെ അറിയാം. അവരെന്നും പക്ഷേ അവരെല്ലാം പിന്നെ ഊരും. മനസ്സിലായില്ലേ? ബെന്നി സാറിനും അറിയാം. മനസ്സിലായില്ലേ? അപ്പം ആ സംഭവം കഴിഞ്ഞ് ഇനി ഒരു 10-11 മണിയാവും. 11 മണി അടുപ്പിച്ച് ഈ പ്രതികളെ സെല്ലിനകത്ത് ജട്ടിക്ക് നിർത്തിയെന്നും പറഞ്ഞു. ഞാൻ ജട്ടി നിർത്തിയിട്ടില്ല. ഞാൻ 4 പ്രതികളെയും അവരുടെ
ഫുൾ ഡ്രസ്സോടെയാണ് അതിനകത്തിരുത്തിയത്. അത് ഈ പ്രതികളുടെ ബന്ധുക്കൾ പകൽ വന്നപ്പോൾ ഒരു 10 മണിയായപ്പോൾ ബന്ധുക്കൾ അറിഞ്ഞ് വന്നല്ലോ. ബന്ധുക്കൾ അറിഞ്ഞ് വന്നപ്പോഴേ ഇവർ ജട്ടി നിർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് NDPS കേസിൽ ഇവർ ധരിച്ച വസ്ത്രം നമ്മൾ സീസ് ചെയ്യും. ഇവരിട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ സീസ് ചെയ്ത് കോടതിയിൽ കൊടുക്കും. അവരന്ന് ദിവസം അത് ഈ സീഷർ മാസ്റ്ററിനകത്തുണ്ട്. സീഷർ മാസ്റ്ററിനകത്ത് താമീർ ജഫ്രി എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണമെന്ന് നോക്കുമ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇവൻ ഏത് ഡ്രസ്സ് ഈ ഡ്രസ്സ് നമ്മൾ കോടതിയിൽ കൊടുക്കണം. കോടതി കൊടുക്കും ആ ഡ്രസ്സ്. അല്ലെങ്കിൽ അത് ഇതായിപ്പോവും, നമ്മൾ ആളെ മാറ്റി എന്നുള്ളതാക്കും. അത് വരാതിരിക്കാൻ വേണ്ടി അതാണ് അവരപ്പോഴും ബന്ധുക്കൾ വന്നപ്പോൾ ജട്ടിയിൽ നിർത്തിയത്. ഞാൻ ഒരു മനുഷ്യനെയും ഞാൻ ജട്ടിയിൽ നിർത്തിയില്ല. ഞാൻ സെല്ലിൽ കയറ്റിയപ്പോൾ ഫുള്ള് ഡ്രസ്സിലാണ് നിർത്തിയത്. കുറേ ആൾക്കാർ മീഡിയയിൽ പറഞ്ഞു ജട്ടിയിൽ നിർത്തിയിരുന്നു. ഈ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പുറത്ത് വന്നപ്പോൾ 21 മുറിവുകളുണ്ടെന്ന് പറഞ്ഞു. 2 എണ്ണം പോസ്റ്റ് ഡെത്ത്, ബാക്കി 19 എണ്ണം മുറിവുകൾ പിന്നീടുണ്ടായത്. പ്രത്യേകിച്ച് കൈവിരലുകളിൽ 2 സൈഡുകളിൽ, വാരിയലിൽ, ബാക്ക് സൈഡിൽ ഏകദേശം 6-7 മുറിവുകൾ. പിന്നെ പാദം, അതായത് കാലിന് അടിവശം, ഇടത് കാലിന് അടിവശം ഉണ്ടായ മുറിവുകൾ, മുട്ടിന് താഴെ ഉണ്ടായ മുറിവുകൾ, ഈ മസിലിലുണ്ടായ മുറിവുകൾ, ഇതിനെല്ലാം കൂടി ഏകദേശം 19 മുറിവുകളുണ്ടായിട്ട് അത് തന്നെ പോസ്റ്റ്മോർട്ടം പറയുന്നുണ്ട്. ബാറ്റൻ വെച്ച് ഉണ്ടാക്കിയ ദയവ് ചെയ്ത് താനൂർ സ്റ്റേഷനിൽ നിങ്ങൾ അല്ല നിങ്ങൾക്ക് ഇത് ബോഡി പരിശോധിക്കാൻ പിടിച്ചു വന്നതിന് ശേഷം ബോഡി പരിശോധിക്കാനായിട്ട് പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര മുറിവുകൾ ഉണ്ടായി പുറമേ ഒന്നും കാണാനില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. എൻ്റെ കണ്ണിൽ അവൻ്റെ ദേഹത്ത് ഒരു പാടും ഞാൻ കണ്ടില്ല. എൻ്റെ കണ്ണിൽ കൊണ്ട് ഞാൻ നോക്കി. ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുള്ളി രക്തക്കറ അവൻ്റെ ശരീരത്തിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ കയറ്റൂല. ഞാൻ നേരെ കൊണ്ടുപോയി മെഡിക്കൽ നടത്തും. ഇവന്റെ മുറിവിന് അവന്റെ ശരീരത്തിൽ, അതായത് ഈ അവൻ കാണിക്കുന്ന ഷിവറിങ് പോലും MDMA ആണെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു MDMA ആണെന്ന് വിചാരിച്ചു. അവരും പറഞ്ഞു. അടി കൊണ്ട കാര്യം ആരും പറയണില്ല. ഇവന്മാർ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാനാണ്, സാറേ ഞങ്ങളെ നല്ല രീതിയിൽ ക്വാർട്ടേഴ്സിൽ കൊണ്ട് അടിച്ചു എന്നൊരു വാക്ക് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും സ്റ്റേഷനിൽ കൊണ്ടുവരില്ല. അവരെ ഞാൻ മെഡിക്കൽ നടത്തും. ഇനി എത്ര FIR താമസിച്ചാലും കുഴപ്പമില്ല. ഒരു പ്രതിയെ അടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ ശരിയായൊരു നടപടിയല്ലത്. മനസ്സിലായില്ലേ? ശരിയായ നടപടിയില്ല. നമ്മൾ ചെറിയൊരു കൊട്ടൊക്കെ കൊടുക്കാം, ചെറിയൊരു അടിയോ അങ്ങനെ അല്ല. ഇത് ഇങ്ങനത്തെ രീതിയിൽ അടിച്ചു എന്ന് അവരെൻ്റെ അടുത്ത് ഒരു വാക്ക് ഈ പ്രതികൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ ഉറപ്പായിട്ടും ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചു തിരിച്ചു തരാം. SP ശേഷം വേറെ ആരോ വന്നില്ലേ? അജിത ബീഗ് എങ്ങാനും വന്നില്ലേ അവിടെ? DIG വന്നു. DIG അവരെന്താ ചോദിച്ചപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? DIG വന്നപ്പോൾ എൻ്റെ അടുത്ത് മാഡം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ അറിഞ്ഞതെന്ന് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു ചോദ്യം അവർ ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിലങ്ങ് ഞെട്ടിപ്പോയി. ഇൻഫർമേഷൻ ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഈ സംഭവം അറിയുന്നത് ഷഹൻഷാ സാറിൻ്റെ ഫോണിൽ വിളിച്ച് പറയുമ്പോഴാണ് ഇങ്ങനത്തെ റെഡിയായി നമുക്കൊരു സാധനം കിട്ടും എന്ന് പറഞ്ഞ് മന്ത്രിയുടെ ചടങ്ങ് നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. പക്ഷെ ഞാൻ അത് പറഞ്ഞില്ല. മാഡത്തിൻ്റെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഈ SP എന്നെ അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ. എനിക്ക് ആ നോട്ടത്തിൽ സാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ എനിക്ക് ആ നോട്ടത്തിൽ മനസ്സിലായി അത് പറയരുതെന്നുള്ളൊരു ഇതാണ്. ഞാൻ വെളിയിൽ അപ്പോൾ എന്നിട്ട് ഈ മാഡം ചോദിച്ചു എൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ SP എൻ്റെ കൂടെ ഇറങ്ങി. SP എൻ്റെ അടുത്ത് വെളിയിലിറങ്ങിയിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഷഹൻഷായെ ഇതിൽ പെടുത്തരുത്, അവൻ്റെ പേര് പറയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള റീസൺ എന്തായിരിക്കും? പുതിയ IPS ഓഫീസർ ആയതുകൊണ്ടായിരിക്കും. SP പറഞ്ഞുകൊണ്ടായിരിക്കും ഡാൻസ് ഓഫ് സ്ക്വാഡ്. അതാവാം. SP ആയിരിക്കാം. പോവില്ല. അപ്പം SP അറിയിച്ചിട്ടേ ഇവർ പോവാവുന്നതാണ്. SP അറിഞ്ഞേ ഇവർ പോവുള്ളൂ. SP വേറെ അറിയിക്കും. ഇവർ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും ഷഹൻഷായുടെ പേര് പറയരുത്, ഷഹൻഷാ ഇതിൽ പെടരുത്, ഷഹൻഷാ പെടരുത്, നിന്നെ നമ്മൾ രക്ഷപ്പെടുത്തി തരും എന്നെടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. IPS ഉദ്യോഗസ്ഥർ വന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഞാൻ തുറന്ന് അജിതാബീഗത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ കാറിൽ കൊണ്ടുവന്നു, നിങ്ങൾ എങ്ങനെയാണ് വിവരം അറിഞ്ഞു? ഞാൻ വിവരം അറിഞ്ഞത് ജിനേഷ് പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡാൻസ് ആപ്പിലെ ജിനേഷ് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ SP അപ്പോൾ ASP സാറ് പോലും പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. സാറവിടെ ഉണ്ടായിരുന്നു. ASP സാറ്, അജിത ബീഗം മാഡം, SP സാറ്, ഇത്രയും പേര് ഇരിക്കുമ്പോഴാണ് എന്നെ വിളിപ്പിച്ചത്. അവിടെ ഒരു രാത്രിയാണ് വിളിപ്പിച്ചത്. അന്ന് 1-ാം തീയതി രാത്രി ഒരു 7 മണി അടുപ്പിച്ചൊക്കെ. ഇതിൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങൾ സസ്പെൻഡ് ചെയ്തു, കേസ് CBIക്ക് മാറുകയാണ്.
ഇതൊരു കൊലപാതക കുറ്റമാണ്, വരാൻ സാധ്യതയുണ്ട്. ഇനി 302 ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ മുകളിലേക്കല്ലേ ഈ കുറ്റങ്ങൾ എല്ലാം ഇപ്പോൾ എൻ്റെ മേളിലാവും. എൻ്റെ മേളിൽ ഓഫീസർ ഇൻചാർജ് ആയിരുന്ന എൻ്റെ മേളിൽ വെച്ച് കെട്ടാനായിരിക്കും ഇവർ നോക്കുന്നത്. എനിക്കാവാം, എന്നെ മേബി ചെയ്യപ്പെടുത്തും. പക്ഷെ നിങ്ങളെ തെളിവുകൾ പരിശോധിച്ചാൽ, നിങ്ങളെ ഫോൺ പരിശോധിച്ചാൽ, എൻ്റെ ഫോണ് പരിശോധിച്ചാൽ ഈ കള്ളി എല്ലാം പുറത്താവും. അതിനും ഒരു കാര്യമുണ്ട്. എൻ്റെ ഫോണ് ഞാൻ സസ്പെൻഷനായിട്ട് ഞാൻ ASP സാറിനെ പോയി കണ്ടു. ഉച്ചയ്ക്ക് ഞാൻ സസ്പെൻഷൻ ആവുന്ന 2-ാം തീയതി 2/8/2023 ഉച്ചയ്ക്ക് 1:45 ആ സമയത്ത് വെച്ച് ഞാൻ സസ്പെൻഷൻ ഓർഡർ ഒപ്പിട്ട് വാങ്ങിച്ചു. ഈ സസ്പെൻഷൻ ഓർഡർ വാങ്ങിക്കാൻ ഞാൻ പോയപ്പോൾ ഞാൻ ഞെട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓർഡറിൽ എൻ്റെ കൂടെ ഉള്ള ആരുമില്ല. ശ്രീഹരീഷും ഇല്ല, ലിബിനും ഇല്ല. എനിക്കറിയില്ല. നിങ്ങളുടെ പൊസിഷനിൽ തൊട്ടപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഫീസേഴ്സ് അല്ലേ അത്? നിങ്ങൾ പോലീസ് ഓഫീസറോട് നിങ്ങളുടെ സുപ്പീരിയറോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് മറ്റുള്ളവർ ഞാൻ മാത്രം എന്തുണ്ടായി ഇതിനകത്ത്? ഞാൻ ചോദിച്ചില്ല. അപ്പൊ ജീവൻ ജോർജും ഇല്ല, ബെന്നിയും ഇല്ല. ജീവൻ ജോർജ് സാറില്ല, ബെന്നി സാറില്ല, മനസ്സിലല്ലേ? ASP ഇല്ല. സസ്പെൻഷൻ ഓഫീസർ എന്ന നിലയിൽ ഞാനും GDയും പാറാവും. പിന്നെ എന്ത് സംഭവം വന്നാലും സ്റ്റേഷനിൽ GDയും പാറാവിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഒരു പണ്ട് മുതലേ ഉള്ളൊരു കീഴ്വഴക്കമാണ്. അപ്പോൾ അതിൽ അവർ 3 പേരും പെട്ടു.